പാലക്കാട് എലപ്പുള്ളി ഒയാസിസ് ബ്രൂവറിക്കായി നീക്കം ശക്തമാക്കി എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ്. ഒയാസിസ് കമ്പനിക്കെതിരെ പഞ്ചായത്ത് പ്രമേയം പാസാക്കിയതിനെയും മന്ത്രി വിമർശിച്ചു. സംസ്ഥാനത്ത് മദ്യനയം 5 വർഷമാക്കുമെന്നും കേരളത്തിൽ സ്പിരിറ്റ് ഉൽപാദനം തുടങ്ങുമെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ ഏകജാലക സംവിധാനം വഴി എലപ്പുള്ളിയിൽ ഒയാസിസ് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകാനാണ് സർക്കാർ നീക്കം. കമ്പനി വരുന്നതിനെതിരെ എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കി. കൃഷിക്കും കുടിവെള്ളത്തിനും ദോഷം ഉണ്ടാക്കുന്ന ഈ കമ്പനി ഇവിടെ വരരുത് എന്ന് ഒറ്റ സ്വരത്തിൽ പറയുകയാണ് ഉണ്ടായത്. എലപ്പുള്ളി പഞ്ചായത്തിന്റെ നടപടിയെ തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയായ എം.ബി. രാജേഷ് രൂക്ഷമായി വിമർശിച്ചു. പഞ്ചായത്തുകൾ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളല്ലല്ലോ. ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നതിന് നാട്ടിൽ ചില നിയമങ്ങളുണ്ടല്ലോ. ആ നിയമപ്രകാരം നടക്കും. അതിലിത്രയും ഈ പരിഭ്രാന്തിയുടെ ആവശ്യം എന്താ? കുടിവെള്ളത്തിന്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്തതാണെന്നും എല്ലാം നിയമാനുസൃതമായാണ് നടക്കുന്നതെന്നുമാണ് എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് പറയുന്നത്. ഓരോ വർഷവും മദ്യനയം രൂപീകരിക്കുന്നതിനാൽ മദ്യനിർമ്മാണ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയാണെന്നും അതിനാൽ 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുന്നത് ആലോചനയിലാണെന്നും മന്ത്രി പറഞ്ഞു. 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുക. തദ്ദേശീയമായി മദ്യനിർമ്മാണം വർദ്ധിപ്പിച്ച് വിദേശത്തേക്കുൾപ്പെടെ കയറ്റി അയക്കും. ഇതിനെതിരെ സ്ഥാപിത താൽപര്യക്കാരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. അത് ഭയന്ന് പ്രധാന ചുവടുവയ്പ്പുകൾ നടത്താതിരിക്കാൻ കഴിയില്ലെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു. മദ്യവർജനമെന്ന LDF നയത്തിന് വിപരീതമായ നീക്കങ്ങളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നടന്ന എക്സൈസ് വകുപ്പിന്റെ സംസ്ഥാന സെമിനാറിലാണ് മന്ത്രിയുടെ പ്രസ്താവന. മീഡിയ 1 പാലക്കാട്.